ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇന്ന് രാവിലെ പാല് ഇന്നലെ വാങ്ങിക്കാൻ മറന്നുപോയി. ആരൻ കോളേജിൽ നിന്ന് വരുന്ന വഴി. അതുകൊണ്ട് ഇന്ന് കട്ടൻ കാപ്പിയാണ്. നമ്മളുടെ കോട്ടയത്തെ വിജയ കോഫിയുടെ സ്പെഷ്യൽ മസാല കട്ടൻ കാപ്പിപ്പൊടിയാണ്. സൂപ്പറായിട്ടോ. നമ്മൾ കിഴക്ക് പ്രദേശങ്ങളിൽ ചെല്ലുമ്പം കിട്ടുന്ന കട്ടൻ കാപ്പി. ഇതിവിടുന്ന് വാങ്ങിച്ച ശർക്കരയാണ്. ഡിമാർട്ടിൽ നിന്ന്, മംഗലാപുരത്ത് ഡിമാർട്ടിൽ നിന്ന്. നമ്മുടെ നാട്ടിലെ പോലത്തെ കറുത്ത ശർക്കര ഇവിടെ കിട്ടത്തില്ല. ഇവിടുത്തെ ശർക്കര ഇങ്ങനെ വെള്ള കളറില്ല, പക്ഷെ സൂപ്പറായിട്ടോ. അതിനകത്ത് കല്ലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്ന് ആരണ്ണ് രാവിലെ അവൽ നനച്ചത് മതിയെന്ന് പറഞ്ഞു. നനച്ചതെന്ന് പറയാൻ പുള്ളിക്ക് അത്ര അങ്ങോട്ട് പിടിയില്ലായിരുന്നു. എന്നാ പറയണ്ടേന്ന് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി എന്നോട് പറഞ്ഞു തന്നത് ശർക്കര ഇങ്ങനെ കത്തിയും കൊണ്ട് കിശാന്നിടുക, പിന്നെ തേങ്ങ ചിരണ്ടി ഇടുക, എന്നിട്ട് അവലിടുക, എന്നിട്ട് കൈയും കൊണ്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലായി വിളയിക്കാനല്ല, പിന്നെ അവൽ നനയ്ക്കാനാണെന്ന്. അപ്പം ഇവിടുത്തെ അവലായത് നല്ല അവലാട്ടോ. ഞാനത് വിളയിക്കാനായിട്ട് വാങ്ങിച്ചപ്പം ശരിക്കും അരി പോലെ ഇരിക്കുന്ന അവലായിരുന്നു കിട്ടിയത്. ഈ അവൽ അവിടെ ഇല്ലായിരുന്നു. ഈ ശർക്കരയും വന്ന് അവിടെ കണ്ടില്ല. അപ്പം കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഈ ശർക്കരയും കിട്ടി, ഈ അവലും കിട്ടി, പിന്നെ തേങ്ങ ചിരണ്ടി എടുത്തു, ഇച്ചിരി ജീരകവും കൂടി ഇട്ട് കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയാവോ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കും ആരണ്ണം ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ തികഞ്ഞില്ല. കട്ടൻ കാപ്പിയും അവൽ നനച്ചതുമായിരുന്നു രാവിലെ. നല്ല നല്ല ടേസ്റ്റുള്ള ശർക്കര. ഇതിനകത്ത് കല്ലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അരിക്കാതെയൊക്കെ ഒന്ന് അരിച്ചു നോക്കണം. ഇനി എന്തെങ്കിലും ഉരുക്കി നമ്മൾ ചെയ്യുമ്പം ഒന്ന് അരിച്ചു നോക്കണം കല്ലുണ്ടോ എന്ന്. ഇങ്ങനത്തെ ശർക്കരയ്ക്കകത്ത് കല്ലുണ്ടാകാൻ സാധ്യത കുറവാണ്. നല്ലതായിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഞാൻ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തേ ഉള്ളൂ, കൈ കൊണ്ട് തിരുമ്മി പോലും ഇല്ല. അവലിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല ബെറ്ററായിട്ടോ. അതും ഈ ഡിമാർട്ടിൽ കിട്ടുന്നതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. റിലയൻസും ഞങ്ങൾ മേടിക്കുന്ന എല്ലാം നല്ല സാധനങ്ങൾ. ഇവിടെ എല്ലാം സാധനങ്ങൾ നമ്മൾ പൈസ കൊടുത്താലും നല്ല സൂപ്പർ സാധനം കിട്ടും. അല്ലാതെ കല്ലും മണ്ണും ഉള്ളതോ അല്ലേ ലോ ക്വാളിറ്റി ഒന്നും അല്ല കേട്ടോ. അതൊക്കെ പറയണം. ഇവിടെ പ്രത്യേകിച്ച് വേറെ പ്രശ്നം ഞാൻ എപ്പോഴും പറയുമല്ലോ, ജീവിതം നല്ല സുഖമാണ് ശ്രദ്ധിച്ച് ജീവിക്കാമെങ്കിൽ. പിന്നെ ഈ വേസ്റ്റ് ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇടുന്നതിനോട് താല്പര്യമില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നല്ല കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഈ അവലുണ്ടാക്കിയിട്ട്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും തികഞ്ഞില്ല. ആരൻ ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, ഞാനും അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ളൂ. എനിക്കതുപോലെ രാവിലെ അവലൊക്കെ നനച്ച് കഴിച്ചാൽ നെഞ്ചരിയും, പക്ഷേ ഇതൊരു പ്രശ്നവും ഇല്ല. പിന്നെ വൈകുന്നേരങ്ങളിലാണ് സാധാരണ ഇതൊക്കെ നല്ലത്. പക്ഷേ ഇത് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ചെയ്യണം കേട്ടോ.